അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കൾ, അത് വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ലിസാനുൽ ഖുർആനിന്റെ മോഡൽ പേപ്പർ വായിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് വായിക്കാം. നൂസിലബിൽ മുനാസിബ്, യോജിച്ചത് പൂരിപ്പിക്കുക, യോജിച്ചവ ചേർത്ത് എഴുതുക. സായിറുൻ ഏതാണ്? സുവാർ എന്നുള്ളതാണ് മാച്ചായത്. സായിറിന് സന്ദർശകൻ, സുവാർ സന്ദർശകർ. അതിന് ജംആയിട്ടാണ് ഇവിടെ യോജിപ്പിച്ചിട്ടുള്ളത്. ഫതഹ ഫുതിഹ, ഫതഹ തുറന്നു, ഫുതിഹ തുറക്കപ്പെട്ടു. അതിന് മാച്ചായ മജ്ഹൂലായതുകൊണ്ടാണ്. ദലീലുൻ ദലാഇൽ, ദലീലുൻ തെളിവ്, ദലാഇല് തെളിവുകൾ. ജംആയിട്ടാണ് ഇവിടെ മാച്ചായത്. താജിറുൻ തുജാറുൻ, കച്ചവടക്കാരൻ, കച്ചവടക്കാർ. ഇവിടെയും ജംആയിട്ടാണ് മാച്ചാക്കിയിട്ടുള്ളത്. യഖ്റഉ യുഖ്റഉ, വായിക്കുന്നു, വായിക്കപ്പെടുന്നു. ഇവിടെ യഖ്റഉ എന്ന മുളാരി മഅറൂഫിന്റെ മജ്ഹൂലാണ് എന്ത്, അതുകൊണ്ടാണ് ഇവിടെ മെച്ചായിട്ടുള്ളത്. രണ്ടാമത്തത് നുമയ്യിസുൽ ഫിഅല വൽ ഫാഇല വൽ മഫ്ഊലൻ ബിഹി. എന്താണ് ഫിഅൽ, എന്താണ് ഫാഇൽ, മഫ്ഊലൻ ബിഹി വേർതിരിച്ചെഴുതുക. സെന്റൻസിൽ നിന്ന് വേർതിരിച്ചെഴുതുക. ഒന്ന്, ഖറഅൽ അബുൽ ഖുർആന, പിതാവ് ഖുർആൻ വായിച്ചു. ഇവിടെ ഖറഅ ഫിഅല്, അബ് ഫാഇല്, ഖുർആന മഫ്ഊലുൻ ബിഹി. രണ്ടാമത്തത് അകല ഖാലിദുൻ അൽ കഅക, ഖാലിദ് കേക്ക് തിന്നു. അകല ഫിഅല്, ഖാലിദ് ഫാഇല്, കഅക മഫ്ഊല്. സാറ തിഫ്ലുൽ ജദ്ദ, കുട്ടി വല്യുപ്പയെ സന്ദർശിച്ചു. സാറ ഫിഅല്, അത്തിഫ്ലു ഫാഇല്, അൽ ജദ്ദ മഫ്ഊല്. പ്രവർത്തിക്ക് ഫിഅല് എന്നും ചെയ്യുന്ന ആക്ക് ഫാഇല് എന്നും. എന്തിനാണ് ചെയ്യുന്നത്, എന്തിനെയാണ് ചെയ്യുന്നത്, അതിനെന്താ പറയുന്നു? മഫ്ഊലുൻ ബിഹി എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ നുക്കമ്മിൽ പൂരിപ്പിക്കുക. ഒന്ന്, അൽ ഫിഅലു കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫീ സമനിൻ ഖാസ്. ഫിഅൽ എന്നതിന്റെ നിർവചനമാണ് അവർ പൂരിപ്പിക്കാൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഫിഅൽ എന്ന് പറഞ്ഞാൽ? പ്രത്യേകമായ സമയത്ത് ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നു എന്നിൽ അറിയിക്കുന്ന കലിമത്തിനാണ് എന്ത് പറയുന്നത്? ഫിഅല്, പ്രവൃത്തി എന്ന് പറയുന്നത്. രണ്ട്, അൽ ഫിഅലുൽ മജ്ഹൂലു ഹുവൽ ഫിഅലു അല്ലദീ യുസ്നദു ഇലാ ഫാഇലിഹി. എന്താണ് മജ്ഹൂലായ ഫിഅല്? അതിന്റെ തഅരീഫാണ്, നിർവചനമാണ് പൂരിപ്പിക്കാൻ. ഫാഇലിലേക്ക് ചേർക്കപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്? ഫാഇലിലേക്ക് ചേർക്കപ്പെടുന്ന ഫിഅലിനാണ് എന്ത് പറയുന്നത്? മജ്ഹൂൽ എന്ന് പറയുന്നത്. തുറക്കപ്പെട്ടു, ഫതഹന്റെ മജ്ഹൂലാണ് ഫുതിഹ, തുറക്കപ്പെട്ടു എന്നുള്ളത്. മൂന്നാമതായി അൽ മുബ്തദഉ ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തിൽ ഇസ്മിയ. മുബ്തദഇന്റെ നിർവചനമാണ് പൂരിപ്പിക്കാൻ കൊടുത്തിട്ടുള്ളത്. മുബ്തദ എന്നാൽ ഇസ്മിയ ജുംലയുടെ തുടക്കത്തിലുള്ള റഫാക്കപ്പെട്ടതിനാണ് എന്ന് പറയുന്നത് മുബ്തദ എന്ന് പറയും. നാല്, അഖ്വാത്തു ഇന്ന ഹിയ അന്ന കഅന്ന ലാകിന്ന ലൈത ലഅല്ല. ഇന്നയുടെ സഹോദരന്മാർ ഏതൊക്കെയാണ്? അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല്ല. അതാണ് ഇവിടെ പൂരിപ്പിക്കാനുള്ളത്. ഈ നാലാമത്തത് നൽബിത്തു ബിൽ അഷ്കാൽ, ഫതഹ് കസ്ർ ലമ്മ ഇട്ട് കൊടുക്കുക. ഒന്ന്, സ്വനാത്തിൽ ഉമ്മു തആമൻ, ഉമ്മ ഭക്ഷണം പാകം ചെയ്തു. സ്വനാത്തിൽ ഉമ്മു, സ്വനാത്ത് ഫീല്, ഉമ്മു ഫായില്, തആമൻ മഫ്ഊലുൻ ബിഹി. ഉമ്മ ഫായിലായതുകൊണ്ട് റഫ് എന്ത് വായിക്കണം? റഫ് വായിക്കണം. ഉമ്മു. തആമൻ എന്നുള്ള മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് എന്ത് വായിക്കണം? നസ്ബും വായിക്കണം. തെറ്റിപ്പോകരുത്. ഫായിലിന്റെ ഇറാബ് റഫാണ്, മഫ്ഊലുൻ ബിഹിക്ക് ഇറാബ് നസ്ബാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് യുസ്ജനുൽ മുജ്രിമു, കുറ്റവാളി ജയിലക്കപ്പെടുന്നു. ഇവിടെ യുസ്ജനുൽ മുജ്രിമു, യസ്ജനു എന്ന മുളാരി മഅറൂഫിന് മജ്ഹൂലാണ് എന്ത്? യുസ്ജനു. മജ്ഹൂല് വന്നാൽ അടുത്തതെന്തായിരിക്കും? റഫായിരിക്കും. യുസ്ജനുൽ മുജ്രിമു നായിബ് ഫാഇൽ എന്നാണ് പറയാ. അത് ഇറാബ് റഫാണ്. കുറ്റവാളിയെ ജയിലിൽ അടക്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ വായിക്കാം, ജനുൽ മുജ്രിമു. മൂന്നാമത്തത് അൽ ബഹറു ഹായിജുൻ വൽ ജവ്വു ബാരിദുൻ, സമുദ്രം ശാന്തമാണ്, അന്തരീക്ഷം തണുത്തതാണ്. ഇവിടെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അൽ ബഹറു ഹായിജുൻ വൽ ജവ്വു ബാരിദുൻ. മുബ്തദ ഖബറാണ്. രണ്ടിന് ഇറാബ് എന്താണ്? റഫാണ്. നാലാമത്തത് അന്നൽ കിതാബ ഉസ്താദുൻ, ഉസ്താദ് കിതാബിനെ പോലെ. അന്ന ഇന്നഖ്വാത്താണ്. ഇന്നഖ്വാത്ത് ഇസ്മേതാ? ഉസ്താദ എന്നുള്ള നസ്ബാണ്. ഖബർ കിതാബുൻ എന്ന റഫാണ്. പിന്നെ ഇന്നഖ്വാത്തിന്റെ ഇസ്മിന് ഇറാബ് നസ്ബ്, ഖബറിലേക്ക് റഫ്. ഒന്നാമത്തെ നസ്ബ്, രണ്ടാമത്തെ എന്തായിരിക്കണം? റഫായിരിക്കും. ഇനി അഞ്ചാമത്തത് ഇഖ്തരി സ്വഹീഹ, ശരി തെരഞ്ഞെടുക്കുക. സാറ അലിയുൻ അൽ അസ്ദിഖാ, അതാണ് ശരി. അലി കൂട്ടുകാരെ സന്ദർശിക്കുന്നു. അസ്ദിഖാ, സാറ എന്ന ഫീലിന്റെ ഫൂലും ബിഹിയാണ് എന്ത്? അസ്ദിഖാ, അതാണ് വേണ്ടത്. ഇറാബ് നസ്ബാൻ. രണ്ട്, അശ്ശുർത്തിയ്യു മുറാഖിബുൻ, പോലീസ് നിരീക്ഷിക്കുന്നു. ഇവിടെ മുറാഖിബ് എന്നാണ് വേണ്ടത്. കാരണം എന്താണ്? ഷുർത്തിയ്യു മുബ്തദ, മുറാഖിബുൻ ഖബറാണ്. ഖബറിന്റെ ഇറാബ് റഫാണ്. അപ്പൊ എന്താ വേണ്ടത്? റഫുള്ളത് തെരഞ്ഞെടുക്കേണ്ടത് മുറാഖിബുൻ. മൂന്ന്, നജഹത്ത് ഖദീജത്തു ഫിൽ ഇംതിഹാൻ, ഖദീജ പരീക്ഷയിൽ വിജയിച്ചു. ഇവിടെ
നജഹത്ത് എന്ന ഫെയില് മുഅന്നസ് ആയതുകൊണ്ട് ഫായിൽ എന്തായിരിക്കണം? മുഅന്നസ് ആയിരിക്കണം. അതാണ് ഇവിടെ നിന്ന് ബീജത്തി എന്ന മുഅന്നസിനെ എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. 4. അൽ ബൈത്തു ജദീദുൻ ലാക്കിന്നൽ ബാബ ഖദീമുൻ. വീട് പുതിയത് പക്ഷെ വാതിൽ പഴയതാണ്. ഇവിടെ ഖദീമുൻ എന്നാണ് തിരഞ്ഞെടുത്തത്. കാരണം എന്താണ്? ലാക്കിന്നിന്റെ ഖബറിനൊക്കെ എന്ത് ചെയ്യാം? റഫാണ്. റഫായിരിക്കണം. റഫുള്ള ഖദീമിന് എന്ത് ചെയ്തു? ഇവിടെ ചൂസ് ചെയ്തു. 6. തർജ്ജമ പരിഭാഷപ്പെടുത്തുക. 1. അൽ ഖിത്തു കന്നമിർ. പൂച്ച പുലിയെ പോലെയാണ്. രണ്ടാമത്തത് കാന യൂസുഫ് അലൈഹിസ്സലാം യസ്കുനു ഫി ഖസ്രി മലിക് മിസ്ർ. യൂസുഫ് അലൈഹിസ്സലാം രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നു. ഇനി ഓപ്പോസിറ്റ് ആണ്. ആദ്യം പറഞ്ഞതിന് വിപരീതം. 1. അറിവ് പ്രകാശമാണ്. എങ്ങനെ പറയണം? അൽ ഇൽമു നൂറുൻ. രണ്ടാമത്തത് പെൺകുട്ടി വായിക്കുന്നവളാണ്. അൽ ബിന്തു ഖാരിഅത്തുൻ. ഇങ്ങനെയാണ് അറബിയിലേക്ക് മാറ്റാം. അള്ളാഹു പരീക്ഷയിലേക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.